എനിക്ക് വിശന്നിട്ട് വയറ് വേദനിക്കുന്നു. കലത്തിലൊന്നുമില്ല. 2 ദിവസമായി. ചാച്ചൻ വരട്ടെ മോനെ. ചാച്ചനെ നോക്കിയിരിക്കാൻ വയ്യ അമ്മ. എനിക്ക് വിശക്കുന്നമ്മ. പട്ടിണി കിടന്ന് മരിക്കാൻ ഇടവരുത്തല്ലേ മാതാവേ. എല്ലാ ചലനങ്ങൾക്കും ഒരു പ്രേരകമുണ്ടാകും. ചലിക്കാനുള്ള ഇവരുടെ പ്രേരകം വിശപ്പായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതയെ കഠിനമായി ബാധിച്ചു. ദാരിദ്ര്യത്തിന്റെ കരിനിഴലുകൾ പരിഹാസച്ചിരിയോടെ അവർക്ക് മുന്നിൽ നിരന്നു. മധ്യ തിരുവിതാംകൂറിന്റെ വളക്കൂറുള്ള മണ്ണിൽ വിയർപ്പുതുള്ളികൾ തളം കെട്ടിയിട്ടും ആദാമിന്റെ മക്കൾക്ക് പട്ടിണിയും പരിഹാസവും കൂടപ്പിറപ്പായി. മക്കളുടെ ഒട്ടിയ വയറും കലങ്ങിയ കണ്ണുകളും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള അവരുടെ അധമ്യമായ ആഗ്രഹവും ഒരു പുറപ്പാടിനവരെ ഒരുക്കി. അങ്ങനെ കരുതി വെച്ചതെല്ലാം കയ്യിലൊതുക്കി കയ്പ് നിറഞ്ഞ ജീവിതാനുഭവങ്ങളെ കൂടെ കൂട്ടി അവർ നടന്നു നീങ്ങി. കരങ്ങളിൽ ഉയർത്തിയ ജപമാലയും ചോർന്നൊലിക്കാത്ത മനോധൈര്യവും അഗ്നിസ്തംഭവും മേഘത്തൂണും പോലെ അവർക്ക് വഴികാട്ടി. അങ്ങനെ തങ്ങളുടെ വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കി ഉറ്റവരെയും ഉടയവരെയും പിറന്ന മണ്ണും പിറവികൊണ്ട നാടും ഇട്ടെറിഞ്ഞ് പുതിയൊരു കാനാൻ ദേശത്തേക്ക്, മലബാറിലേക്ക് അവർ യാത്ര തിരിച്ചു. മലബാർ മാനുവൽ, പറിച്ചു നടപ്പെട്ടവന്റെ സങ്കീർത്തനം. കാറ്റു പറഞ്ഞതും പൊള്ള്, കടലു പറഞ്ഞതും പൊള്ള്, ഞാൻ കണ്ടത് നേര്. പെരുമഴ പെരുമ്പറ മുഴക്കി പെയ്തുകൊണ്ടിരുന്ന നാളുകൾ. പൊന്നുവിളയിക്കാൻ പെരുങ്കാട് താണ്ടി കന്നിമണ്ണിൽ കാലുകുത്തിയവന് ഒന്ന് പിഴച്ചു. കൂടെ നടന്നവരെ കൂട്ടി നിർത്താൻ അവനാകാതെ പോയി. വിധിയുടെ കരുണയില്ലാ കരങ്ങൾ സംഹാര താണ്ഡവമെടുത്തു. മരണത്തിന്റെ മണിനാദം മാറ്റൊലി കൊണ്ടു. മലബാറിന്റെ മലമടക്കുകളിൽ പവിഴം കൊയ്യാൻ പോന്ന കുടിയേറ്റക്കാരൻ എന്റെ അഗസ്തി. കണ്ണീർ കടൽ തോരാമഴയായി പെയ്തിറങ്ങിയ പെരുമഴക്കാലത്ത് അവന്റെ ഏങ്ങലടികൾ ആ മഴയിൽ ലയിച്ചില്ലാതായി. വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗണത്ത മോക്ഷത്തെ ഞാൻ ഈ കണ്ട ഭൂമിയൊക്കെ വെട്ടിപ്പിടിക്കാൻ വന്നതാന്നേ. പക്ഷേ ഇപ്പൊ പഴയ ചങ്കൂറ്റൊന്നും ഇല്ലാന്നേ. അതെങ്ങനാ? കൂടെ വന്നവരൊക്കെ എന്നെ ഇട്ടേച്ചൊക്കെ പോയില്ലേ? എന്നെ ഇട്ടേച്ച് അവരങ്ങോടെ തമ്പുരാന്റെ അടുത്തേക്ക് പോയത്.
മലബാർ സ്വർഗമാന്ന് പറഞ്ഞവൻ എന്തിയേ? മലബാർ മരണവാ. ശവം തിന്ന് മതിയാകാത്ത മണ്ണ് മനുഷ്യനെ കൊന്നു തിന്നുന്ന ഭൂതം. എന്റെ മോളുടെ ചാച്ചാന്നുള്ള വിളി മറന്നിട്ടില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാതെ, ഒന്ന് ഓപ്പറേഷൻ കൊടുക്കാൻ കഴിയാതെ അവര് പോയി. എടുത്തോട്ടെ, എല്ലാം എടുത്തോട്ടെ. എല്ലാം ദൈവം തന്നതല്ലേ. പക്ഷേ ഈ ആഗസ്തി തോറ്റ് പിന്മാറുകയല്ല. എന്റെ കെട്ടോടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയ ഈ മണ്ണിനോട് ഞാൻ പൊരുതും. എന്നിട്ട് ഇവരുടെ കൂടെ ഞാനും അങ്ങ് പോകും. ഈ കാട്ടി ഞാനിനി ഒറ്റയ്ക്ക. കർത്താവേ, കൈവിടല്ലേ നീ. പാതിരിയും പരിവാരങ്ങളും പതിവില്ലാതെ ഈ വഴിക്ക്. ഇനി പാതിരായ്ക്കുമല്ലോ പേടി സ്വപ്നോ? അതോ കയ്യേറാൻ പുതിയ സ്ഥലം വല്ലോ അന്വേഷിച്ചാണ് ഈ വരവെങ്കിൽ ചേട്ടന്മാര് വന്ന വഴിയെ വിട്ടോ? ഒരധ്വാനികള്. സർക്കാരിന്റെ ഉത്തരവ് എല്ലാവരും കേട്ടല്ലോ. എല്ലാറ്റിന് ഈ മലബാറിൽ നിന്ന് ഞാൻ കെട്ടുകെട്ടി. ഇനി തണ്ടെടുക്കാനാണ് ഭാവമെങ്കിൽ ഈ ലാത്തി അതിന് മറുപടി തരും. അല്ലേലും പാവങ്ങൾക്ക് കൂട്ട് പാതിരയല്ലേ ഉള്ളൂ. ഏമാൻ ചോദിച്ചില്ലേ സ്വപ്നം കണ്ടോന്ന്? കണ്ടേ, പക്ഷേ പേടി സ്വപ്നമല്ല. മലബാറിന്റെ മലമടക്കുകളിൽ പവിഴം വിളയിക്കാൻ പോകുന്ന സ്വപ്നം. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പേടിയില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന സ്വപ്നം. ഭരിച്ചു ഭരിച്ച് സാധാരണക്കാരന്റെ വയറ് പിളർക്കുന്ന മന്ത്രിമുഖവന്മാർ ഒരു നാൾ സത്യം തിരിച്ചറിയുമെന്ന സ്വപ്നം. അധികാരം തലയ്ക്ക് പിടിച്ച തന്നെ പോലുള്ളവർ ഒരു നാൾ നേർവഴിക്ക് വരുമെന്ന സ്വപ്നം. പിന്നെ നിന്റെ കവല പ്രസംഗം, ഇവറ്റകളെ മുൻനിർത്തിയുള്ള നിന്റെ കളിയുണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. വഴക്കിടാനല്ല ഞങ്ങൾ വന്നത്. ഏമാനെ, വിശപ്പ് എന്താണെന്ന് അറിയുമോ? എനിക്കറിയാം. പകലന്തിയോളം പണിയെടുത്തിട്ട് മക്കളുടെ വയറ് നിറയ്ക്കാൻ പറ്റാത്തതിന് വിഷമം ഏമാൻ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് ഓർക്കാൻ വയ്യാഞ്ഞിട്ടാ നാട്ടിലെ എല്ലാം വിറ്റുപെറുക്കി മലബാറിന്റെ വണ്ടി കയറിയത്. പട്ടിണിയില്ലാതെ ജീവിക്കാലോ. നിങ്ങള് നേരാവുന്നത് കണ്ടപ്പോ ഞാനൊന്ന് ഞെളിഞ്ഞു. പക്ഷേ തമ്പുരാണ് ഇഷ്ടപ്പെട്ടില്ലാതെ എന്റെ നല്ല ബാധ്യ അകെടുത്തു. എന്നിട്ടും
ഞാൻ പിടിച്ചു നിന്നു. എന്റെ മക്കൾക്ക് വേണ്ടി. അവർക്ക് വേറെ ആരുമില്ല. ഇറക്കി വിട്ട പോകാൻ ഒരിടവും ഇല്ല. മാതാവാണ്, ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പട്ടിണി മാറ്റാൻ വന്നവനെ പറ്റിക്കല്ലേ മാനെ. കയ്യിൽ കൂറയില്ലെങ്കിൽ പോയി തെണ്ടടാ. വേണ ഈ പാതിരിയെയും വിളിച്ചോ. നിർത്തണോ? ഏമാന്മാർക്ക് ഏറാമൂളി പറഞ്ഞ് ഓച്ചാഞ്ചി നിൽക്കുന്നവരെ താൻ കണ്ടിട്ട് കാണും. പക്ഷേ നസ്രാണികളെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. കൂടപ്പർ പുറങ്ങുന്ന മണ്ണായത്. അവരെ ഇവിടെ ഇട്ടേച്ച് ഇനി ഒരു മലയിറക്കമില്ലടോ. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ നരകിച്ച ഞങ്ങൾക്ക് നാടും വീടും ഉപേക്ഷിച്ച് വന്ന് സ്വന്തം ജീവൻ തന്നു നോക്കിയത് താൻ പറഞ്ഞ ഈ പാതിരിയാ. ഈ മനുഷ്യന് നേർക്ക് തന്റെ കൈയിനി പൊങ്ങിയ. ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇവിടെ തന്നെ. അതിനെ തടയാൻ തന്റെ ഈ ലാത്തയ്ക്ക് പാങ്ങ് പോരടോ. ഇനി വരുന്നിടത്ത് വെച്ച് ഈ വസ്ത്രം ദേഹത്തുള്ളിടത്തോളം കാലം ഇവരുടെ മുമ്പിൽ ഞാനും ഉണ്ടാകും. അത് മരണത്തിലേക്കുള്ളതാണെങ്കിൽ അങ്ങനെ. തലയ്ക്കു മീതെ ഒരുവൻ കുരിശേ മരിച്ചു കിടക്കുമ്പോ പിന്നെ എന്നാ പേടിക്കാനാണേ? താൻ കരുതിയിരുന്നോ? എവിടെയും പ്രതികൂല സാഹചര്യമാണ് ആദ്യകാല കുടിയേറ്റക്കാർക്ക് നേരിടേണ്ടി വന്നത്. മരണത്തെ മുഖാമുഖം കണ്ട പലരും തിരുവിതാംകൂറിലേക്ക് മടങ്ങിപ്പോയി. പിടിച്ചു നിന്നവരിൽ പലരും മണ്ണിൻ്റെ ഇരകളായി. അങ്ങനെ ഒന്നാം അംഗത്തിൽ പലരും പരാജയപ്പെട്ടു. പക്ഷേ കുടിയേറ്റ ചരിത്രം പരാജയത്തിന്റെ കഥ പറയാൻ കാലം അനുവദിച്ചില്ല. രണ്ടാം അംഗത്തിനായി അവർ ഒരുങ്ങി. അങ്ങനെ പോരാട്ടവീര്യം ചോരാത്ത നസ്രാണികളുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ ഓരോന്നായി മുട്ടുമടങ്ങി. മനസ്സറിഞ്ഞ് മണ്ണിനെ സ്നേഹിച്ചവർക്ക് മനസ്സമാധാനം നഷ്ടമായി. തുടർക്കഥയെന്ന വണ്ണം അരങ്ങേറിയ കൊട്ടിയൂർ കുടിയൊഴിപ്പിക്കലും കണ്ണുനീരിൽ കുതിർന്ന ചരിത്രത്തിൻ്റെ ഭാഗമായി. പള്ളികളും മഠങ്ങളും അഗ്നിക്കിരയാക്കപ്പെട്ടു. വൈദികർ അറസ്റ്റിലാക്കപ്പെട്ടു. ഒരു ജന്മം കൊണ്ട് നേടിയതെല്ലാം വെണ്ണീറായി പൊലിഞ്ഞു പോകുന്ന കാഴ്ച മണ്ണിനെ മനസ്സോട് ചേർത്തവൻ്റെ ഉള്ളിൽ കനലായി എരിഞ്ഞു. കാടിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെക്കാൾ ഭീകരം ചില മനുഷ്യമൃഗങ്ങളാണെന്ന തിരിച്ചറിവ് അവരെ മറ്റൊരു പോരാട്ടത്തിന് സജ്ജരാക്കി. ഇതിൻ്റെ എല്ലാം അമരക്കാരനായി മലബാറിൻ്റെ മോസസ് വള്ളോപ്പള്ളി പിതാവ്. മലബാർ കുടിയേറ്റം ഇതിഹാസമെങ്കിൽ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി ഇതിഹാസ പുരുഷനാണ്. കുടിയിറക്ക് ഭീഷണി നേരിട്ട മലബാറിൻ്റെ മക്കൾക്ക് രക്ഷകരായി കൂടുതൽ വൈദികർ നേതൃത്വ നിരയിലേക്ക് കടന്നു വന്നു. ഷിമോഗായിൽ നിന്നും കുടിയിറക്കപ്പെട്ടവരെ വള്ളോപ്പള്ളി പിതാവിൻ്റെ നേതൃത്വത്തിൽ ചന്ദനക്കാമ്പാറായിൽ പുനരധിവസിപ്പിച്ചു. കൊട്ടിയൂരിൻ്റെ ശബ്ദമായി കൊടികെട്ടിയ വക്കീലന്മാർ കോടതി മുറികളിൽ വിജയഭേരി മുഴക്കി. അങ്ങനെ കൊട്ടിയൂർ കുടിയൊഴിപ്പിക്കലിൽ നിന്നും സർക്കാർ പിന്മാറി. പ്രതിസന്ധികൾക്കിടയിലും പതറാതെ പിടിച്ചു നിൽക്കാൻ അവരെ പ്രാപ്തരാക്കിയത് കാലത്തെ അതിജീവിച്ചവനുള്ള അവരുടെ അടിയുറച്ച വിശ്വാസമായിരുന്നു. ഓലമേഞ്ഞ കൂരയുടെ കീഴെ അവർ അവരുടെ വിശ്വാസം നട്ടുവളർത്തി. ജീവിതത്തിന് വേണ്ട ഊരും ഊർജവും കർത്താവിൽ നിന്നവർ ചോദിച്ചു വാങ്ങി. പള്ളിയും പള്ളിക്കൂടവും നാടും നാട്ടുകാരും അവരുടെ കൂടെ വളർന്നു. അങ്ങനെ കുതികാൽ വെട്ടിയവർക്ക് മുൻപിൽ കുടിയേറ്റ ചരിത്രം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പുതുചരിത്രമായി മാറി.